അസ്സലാമലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈമൂൻസ് കിച്ചൺ. മൈമൂൻസ് കിച്ചൺ പുതിയതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാൻ അപ്പോൾ ഇടുന്ന വീഡിയോസൊക്കെയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ആരും മറക്കരുത്. നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് ഞാനൊരു സിമ്പിൾ റെസിപ്പിയുമായാണ് വന്നിട്ടുള്ളത്. ദോശ കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? പ്രത്യേകിച്ചും മൈദയുടെയോ ഗോതമ്പിൻ്റെയോ ഒക്കെ ദോശ കഴിക്കുന്നവരായിരിക്കില്ലേ നമ്മളെല്ലാവരും. അപ്പോൾ എപ്പോഴും സെയിം ടൈപ്പ് ദോശാസ് കഴിക്കുന്നവരെ നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാനൊരാഗ്രഹം ഉണ്ടാവില്ലേ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ ഒരു വെറൈറ്റി ദോശയുമായാണ് വന്നിട്ടുള്ളത്. നെറ്റ് ദോശയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. സാധാരണ ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ ബാറ്റർ കല്ലിലിട്ട് പരത്തിയെടുക്കാറാണ്. അപ്പോൾ ഈ നെറ്റ് ദോശക്ക് കല്ലിൽ പരത്തിയെടുക്കുകയല്ല ചെയ്യേണ്ടത്. ഇതുപോലൊരു ഹോളുള്ളൊരു ബോട്ടിൽ എടുത്താൽ മതി. അല്ലെങ്കിൽ സാധാരണ ബോട്ടിൽ നമുക്ക് 2-3 ഹോള് വെച്ച് കൊടുക്കാം. അങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് ബാറ്റർ നിറച്ചിട്ട് ആ ബാറ്ററാണ് നമ്മൾ ദോശയിലേക്ക് ചുറ്റിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചൂടായ തവയുടെ മുകളിൽ ബോട്ടിൽ വെച്ച് ചുറ്റിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് നെറ്റ് ദോശ. ഒരു നെറ്റിൻ്റെ ആ ഒരു ഷേപ്പ്, അതായത് ഹോൾസ് ഒക്കെ വരും. അങ്ങനെയാണ് ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നതൊന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു മുട്ടയും കൂടെ ഇട്ടിട്ട് നന്നായി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് നല്ലൊരു ബാറ്റർ ആക്കി എടുക്കണം. ഒരു ഹാൻഡ് മിക്സർ യൂസ് ചെയ്തിട്ട് ഇത് നന്നായി ഒന്ന് അടിച്ചെടുത്ത് ബാറ്റർ ആക്കി എടുക്കാം. ഫൈൻ ബാറ്റർ ആവണം, അതായത് കട്ടയൊന്നും ഇല്ലാത്ത നല്ലൊരു ഫൈൻ ബാറ്റർ ആക്കി എടുക്കണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഈ ഹോളിലൂടെ അത് വരുള്ളൂ. അല്ലെങ്കിൽ അത് കട്ട പിടിച്ചിട്ട് അത് വരാൻ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് അതുപോലെ ചുറ്റിച്ചെടുക്കാനും പറ്റില്ല. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബാറ്ററൊക്കെ ഒരു മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പം കട്ടയില്ലാതെ നല്ലൊരു ഫൈൻ ബാറ്ററാക്കി കിട്ടും. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ദോശയായി ചുട്ടെടുക്കാം. ഇപ്പോൾ ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ട് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബോട്ടിലിൽ മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ മുകളിൽ വെച്ച് ചുറ്റിച്ചു കൊടുക്കാം. ആദ്യം റൗണ്ടായിട്ടാണ് ഞാൻ ചുറ്റിക്കുന്നത്. അതിനുശേഷം ഒരു സ്ക്വയർ ഷേപ്പാക്കി നെറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ചേഞ്ചിന് വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് നന്നായി വെന്ത് വന്നാൽ ഇതിലേക്ക് മസാല സ്റ്റഫ് ചെയ്തുകൊണ്ട് റോൾ ചെയ്തെടുക്കും. ഇതൊരു സ്നാക്കായിട്ട് സെർവ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ദോശ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിപ്പം പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റുകയാണ്. ഈ ദോശയിലേക്ക് നമ്മൾ മസാല സ്റ്റഫ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ദോശ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ദോശ തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിലാണ് മസാല വെക്കേണ്ടത്. അതായത് നൈസായിട്ടുള്ള പാർട്ട് മുകളിൽ വരുന്ന രീതിയിൽ സ്റ്റഫ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ കറിയോടൊപ്പം സെർവ് ചെയ്യാം. ഞാനിപ്പം ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല സ്റ്റഫ് ചെയ്തുകൊണ്ട് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ചിക്കൻ മസാല ഒരു സൈഡിൽ വെച്ചിട്ട് 2 സൈഡിൽ നിന്നും കവർ ചെയ്യാം. എന്നിട്ട് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ 3-4 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാറ്ററിൽ വേണമെങ്കിൽ കുറച്ച് കളറൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മഞ്ഞ കളറിലും ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചായയോടൊപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ വെറൈറ്റി നെറ്റ് ദോശ ഉണ്ടാക്കുന്നത് എല്ലാവരും കണ്ടല്ലോ അല്ലേ? നിങ്ങളിതെന്ത് ചെയ്യണം, കുട്ടികൾക്ക് എന്തായാലും ഇത് ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്സും കമൻസിലൂടെയും മെയിലിലൂടെയും എന്നെ അറിയിക്കണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദാൻ ടേക്ക് കെയർ ആൻഡ് ബൈ.